സിന്ധു നദീജല കരാർ ഇന്ത്യ നിർത്തി വെക്കുകയും അതോടുകൂടി പാകിസ്ഥാൻ വലിയ രീതിയിൽ തന്നെ ജലത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഇപ്പോൾ മറ്റൊരു രാജ്യം കൂടി പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിക്കാനായി രംഗത്തെത്തുന്നു. ഇതിനൊരു സഹായവുമായി ഒരുപക്ഷെ ഇന്ത്യ എത്തിയേക്കാം എന്നാണ് പുറത്തു വരുന്ന വാർത്ത. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന കുനാർ നദിയിൽ അണക്കെട്ട് കെട്ടാൻ എത്രയും പെട്ടെന്ന് അതിന്റെ പണി പൂർത്തിയാക്കുവാനായിട്ട് താലിബാന്റെ ഉന്നത നേതാവ് മൗലവി ഹിബത്തുള്ള അബ്സാദ ഉത്തരവിട്ടിരിക്കുന്നു. ഇതോടുകൂടി തന്നെ ഈ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി തന്നെ പാകിസ്ഥാനിലേക്ക് ഉള്ള വെള്ളം വരവ് വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാന് മുടക്കാൻ കഴിയും. അതിനുള്ളൊരു നീക്കം തന്നെ ആയിട്ടാണ് പാകിസ്ഥാൻ ഇതിനെ കരുതുന്നത്. നിലവിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ നദീജലം പങ്കുവെക്കുന്നതിനെ കുറിച്ച് യാതൊരുവിധ കരാറും നിലവിലില്ല. 480 കിലോമീറ്റർ നീളമുള്ളതാണ് കുനാർ നദി. വടക്ക് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കുഷ് പർവ്വതനിരകളോട് ചേർന്ന് അവിടെ നിന്നൊഴുകി ഖൈബർ പക്തൂൺ മേഖലയിലൂടെ കടന്നു പോകുന്ന ഒരു നദിയാണ്. പാകിസ്ഥാനിലേക്ക് ഈ നദി കടന്നു പോകുമ്പോൾ അവിടെ പാകിസ്ഥാനിൽ ഇതിന്റെ പേര് ചിത്രാൽ നദി എന്നാണ്. ഇതിനിടയിൽ ഇന്ത്യ അവിടെ അഫ്ഗാനിസ്ഥാനിൽ അനവധി അണക്കെട്ടുകൾ നിർമ്മിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹെറോത്തിലെ സൽമ അണക്കെട്ടാണ്. $300 മില്യൺ ആണ് ഇന്ത്യ ഇതിനുവേണ്ടി മുടക്കിയിരിക്കുന്നത്. അത് ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു ജലവൈദ്യുതി പദ്ധതി കൂടിയാണ് ഇത്. ഒപ്പം തന്നെ ഷാത്തൂട്ട് മേഖലയിലെ ഷാത്തൂട്ട് അണക്കെട്ട് $250 മില്യൺ 2021 ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കരാറായിട്ടുള്ള ഒരു അണക്കെട്ടാണ്. ഇത്തരം അണക്കെട്ടുകളുടെ നിർമ്മാണത്തിൽ ഇന്ത്യ പങ്കുചേരുന്നു. ഈ അടുത്ത സമയത്ത് അഫ്ഗാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു, അഫ്ഗാനിസ്ഥാന്റെ ജല വൈദ്യുതി ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ സഹകരിക്കുന്നു. അതായത് നിലവിൽ അഫ്ഗാനിസ്ഥാനിലെ അണക്കെട്ടുകൾ നിർമ്മിക്കുകയും അവിടെ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഈ കുനാർ നദിയിൽ കെട്ടുന്ന അണക്കെട്ടിന് പിന്നിലും ഇന്ത്യയാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. നിലവിൽ അഫ്ഗാനിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത് പ്രാദേശികമായുള്ള ടെൻഡറുകളാണ് തങ്ങൾ ഇതിനു വേണ്ടി ക്ഷണിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിന് സാധ്യതയില്ല. നിലവിൽ പല അണക്കെട്ടുകൾ പണിതുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഈ കരാറും ഇന്ത്യ തന്നെ ആയിരിക്കാം. ഒരുപക്ഷെ ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ വലിയ ഫണ്ടിങ്ങും ഇന്ത്യയുടെ തന്നെ ആയിരിക്കാം. ന്യൂസ് ഡെസ്ക്.